എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെള്ളിയാഴ്ച മാർക്കറ്റ് വന്നിട്ട് ജസ്റ്റ് ഒരു ഡൗണിൽ ഓപ്പണിംഗ് വന്നു. അതിനുശേഷം ജസ്റ്റ് ഫ്ലാറ്റ് ആയിട്ട് വന്നു. അതിനുശേഷം നേരെ തിരിച്ച് താഴോട്ട് പോയി. നിഫ്റ്റി പിന്നെ കണ്ടിന്യൂസ് ഡൗൺ ട്രെൻഡിൽ തന്നെയായിരുന്നു. നല്ല ഡൗൺ, ഏകദേശം 300 പോയിന്റ് അടുത്ത് വരെ നിഫ്റ്റി താഴെ പോയിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഓപ്പണിംഗ് വന്നിട്ട് ഡൗണിൽ വന്നു. കുറച്ച് ഒന്ന് അപ്പിൽ വന്ന് പ്രീവിയസ് ഡേ ലോയുടെ അടുത്ത് വരെ വന്നിട്ട് തിരിച്ച് നല്ല രീതിയിൽ ഇറങ്ങി പോയി. അപ്പോൾ നല്ല ഹെവി ഡൗൺ ട്രെൻഡിലോട്ടായിരുന്നു നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി പോയിട്ടുണ്ടായിരുന്നത്. നമുക്കും ഓപ്പർച്യൂണിറ്റികൾ തീരെ കുറവാണ് നോർമൽ കിട്ടുന്നത്. ഇങ്ങനെ നോർമൽ മാർക്കറ്റ് താഴോട്ട് പോയാൽ എന്നാൽ പോലും നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിരുന്ന ഷെയർസിനകത്തൊരു 6 ഷെയറോളം നല്ല ഒന്നാം തരം ചാൻസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കി ചെയ്യുക, വെയിറ്റ് ചെയ്ത് നമ്മൾ ലെവലുകൾ വരുന്നിടം വരെ നോക്കി അതിന് ശേഷം ഞാൻ പറയുന്ന രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഞാൻ എപ്പോഴും ഇത് പറയാൻ കാരണം പല ആൾക്കാരും ഒരു 5-6 ദിവസം നല്ലൊരു പ്രോഫിറ്റ് എടുക്കും, അതിനുശേഷം ഒറ്റ ദിവസം എല്ലാം കൂടെ കൊണ്ട് കളയുമ്പോൾ അവരുടെ കോൺഫിഡൻസ് മൊത്തം പോകും. അപ്പോൾ അവർ ചെയ്യേണ്ട ഒരു കാര്യം, അവർ ആ മിസ്റ്റേക്ക് കാണിക്കുന്ന ദിവസം എന്താണ് ചെയ്തതെന്ന് കൂടുതൽ ആൾക്കാരും ചെയ്യുന്ന മെയിൻ പരിപാടി എന്ന് പറയുന്നത്, ഒരു ഷെയറിനകത്ത് ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ ആ ഷെയറെ തന്നെ കവർ ചെയ്യാൻ ശ്രമിക്കും, ലെവലൊന്നും വരാതെ തന്നെ. അതിനകത്ത് ചാൻസ് തരുമ്പോൾ എൻട്രി എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ട്രേഡേഴ്സിന്, നോർമൽ ട്രേഡേഴ്സിന് ഒരു കുഴപ്പമാണ്, ഒരു ഷെയർ ലോസ് വന്ന് ആ ഷെയറെ തന്നെ കവർ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ അതൊരു വലിയൊരു പ്രോബ്ലമാണ്. നമ്മൾ വേറെ ഷെയറിനകത്ത് ചാൻസ് കിട്ടുമ്പോൾ അതിൽ പോവുക. ഈ ഷെയറിനകത്ത് നമുക്ക് ചാൻസ് വരുവാണെങ്കിൽ നമ്മൾ പറയുന്ന രീതി മാത്രം കിട്ടുവാണെങ്കിൽ അതിൽ ട്രേഡ് എടുക്കുക. അല്ലാതെ ചുമ്മാ കയറി പോകുന്നതിനെ അനുസരിച്ച് സെല്ല് ചെയ്ത് വിട്ടാൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ ഞാൻ ട്രേഡ് ചെയ്യുന്ന രീതിയെ പറ്റി CPR സ്ട്രാറ്റജി വെച്ച് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള രീതികളൊക്കെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ഡിസ്ക്രിപ്ഷൻ വീഡിയോ കിടപ്പുണ്ട്. ആ വീഡിയോയിൽ നോക്കിയാൽ മതി. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. അത് നല്ല രീതിയിൽ നോക്കി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ചെറിയ രീതിയിൽ ട്രേഡ് എടുത്ത് കോൺഫിഡൻസ് കിട്ടിയതിന് ശേഷം മാത്രമേ നല്ല രീതിയിൽ നോർമൽ ട്രേഡിങ് തുടങ്ങാവൂ. പഠിച്ചെടുത്താൽ നല്ല ഈസി ആയിട്ട് തന്നെ ഇൻട്രാഡേയിൽ നല്ല പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വെള്ളിയാഴ്ച നമ്മൾ എടുത്തിരുന്ന ഷെയർസ് ഏതൊക്കെയാണെന്നും അതിനകത്ത് ചാൻസ് എന്ന ഷെയർസും നമുക്ക് നോക്കാം. നമുക്ക് വെള്ളിയാഴ്ച നമ്മൾ 13 ഷെയർ എടുത്തിരുന്നു. ഇതിനകത്ത് നമുക്ക് NRL ചാൻസ് തന്നു, പ്രീമിയറിനകത്ത് ചാൻസ് കിട്ടി, അശോക കിട്ടി, UTIMC കിട്ടി, KEC കിട്ടി, മോർപ്പൻല അല്ല JM ഫൈനാൻഷ്യൽ ഈ ആവറേജ് 128.62 മുകളിൽ പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ ചാൻസ് നല്ല ചാൻസ് ആണ് ഇതിനകത്ത്. ഓൾറെഡി 5-6 ഷെയർ പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പം അതിനകത്ത് നമുക്ക് ചാൻസ് കിട്ടിയ ഷെയർസൊക്കെ അത് JM ഫൈനാൻഷ്യൽ നോക്കാം. 128.62 ആവറേജ്. അതിന് മുകളിൽ പോയിട്ട് ഇറങ്ങിയത് കാണിച്ചു തരാം. JM ഫൈനാൻഷ്യൽ നോക്കൂ, ഓപ്പണിംഗ് ഇവിടെയാണ്. ഓപ്പണിംഗ് ചെയ്യുന്നത് 126-ലാണ്. അതിന് നേരെ പോയി 129-63. നമ്മൾ 128-60 താഴോട്ട് നിൽക്കുമ്പോൾ നമ്മൾ എൻട്രി എടുത്താൽ 128 നമുക്ക് 121, അതായത് 7 രൂപ അത്രയും ചെറിയ ഷെയറിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതിനുശേഷം നമുക്ക് UTIMC എന്ന് പറയുന്ന ഷെയർ, UTIMC ഇവിടെ നോക്കിയാൽ ഓപ്പണിങ് ഫ്ലാറ്റ് ആയിട്ട് ഓപ്പണിങ്, പ്രീവിയസ് ഡേ ഹൈ കട്ട് ചെയ്തു, R1 കട്ട് ചെയ്തു, R2 പോയില്ല. R2 പോകാതെ R1 താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ഇവിടെ എൻട്രി എടുക്കുക. ഇവിടെ എൻട്രി എടുക്കുമ്പം 1296 എടുത്താൽ 1317-85, അതായത് 1320 മുകളിലോട്ടൊരു സ്റ്റോപ്പ് ലോസ് വെച്ച് നമ്മൾ ഇവിടെ എൻട്രി എടുത്താൽ 1296-95 റേഞ്ച് എൻട്രി എടുത്താൽ നമുക്ക് 1259, ഏകദേശം 30 രൂപയ്ക്ക് മുകളിൽ പ്രോഫിറ്റ് ആ ഷെയർ കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ചാൻസ് വന്ന ഷെയർ അശോക എന്ന് പറയുന്ന ഷെയർ, അശോക ഓപ്പണിങ് ഇവിടെ ഫ്ലാറ്റ് ഓപ്പണിങ് വന്നു, നേരെ കയറി R1 പോയി, R2 പോകുന്നില്ല, തിരിച്ച് R1 താഴ്ത്തണം. അപ്പം നമ്മളിവിടെ 81-85 എൻട്രി എടുത്താൽ 81-80 എടുത്താൽ നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് 2 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ഇവിടുന്നത് 63 വരെ പോയി, അതായത് 17-18 രൂപ വൺ സൈഡ് മൂവ്മെന്റ് താഴോട്ട് തരുന്നത്. പിന്നെ ഒരു ചാൻസ് പോലില്ല, കയറിയിട്ടില്ല. നോക്കിയാൽ മതി എന്ത് മനോഹരമായിട്ടാണ് ആ ഷെയറുകളൊക്കെ താഴോട്ട് ഇറങ്ങിയത്.
അതിനുശേഷം KEC എന്ന് പറയുന്ന ഷെയർ, KEC 4 ഷെയറുകളും പറഞ്ഞു, ഇത് അഞ്ചാമത്തെയാണെന്ന് തോന്നുന്നു. KEC ഓപ്പണിംഗ് ഹൈ ആണ്. ഓപ്പണിംഗ് ഹൈ ന്യൂസ് ബേസ്ഡ് മൂവ്മെന്റ് ആണ്. ഓപ്പണിംഗ് ഹൈ ആണ്. ഇവിടം വരെ ഹൈ വന്നു, ഈ റേഞ്ച് ഹൈ വന്നു. അതിനുശേഷം അടുത്ത ലെവലിൽ പോയില്ല, R1 മുകളിൽ നിന്ന് താഴോട്ടിറങ്ങി. ഇവിടെ എൻട്രി 1016 എടുത്താൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് 1040, വലിയ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ചെയ്യുക. നമ്മൾ ഈ 1040 റേഞ്ചിൽ ഒരു എൻട്രി എടുത്താൽ നമുക്ക് 991, ഇവിടോട്ട് വരുമ്പോൾ 986, ഏകദേശം 50 രൂപയുടെ മുകളിൽ സൂപ്പർ പോയി വൺ സൈഡ് മൂവ്മെന്റ് കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ ഷെയർ എടുക്കുമ്പോൾ എല്ലാ ഷെയറിനകത്തും ചാൻസ് കിട്ടില്ല, പക്ഷെങ്കിൽ കൂടുതലും ഷെയറിനകത്ത് നല്ല ചാൻസ് കിട്ടും. അത് നമുക്ക് ആ മൂവ്മെന്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല മൂവ്മെന്റിൽ താഴോട്ട് പോകാൻ ചാൻസ് ഉള്ള ഷെയർ ആണെന്ന്. അപ്പം അത് കണ്ട് മനസ്സിലാക്കാൻ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഈസിയാണ്. ചില ഷെയറിനകത്ത് സ്റ്റോപ്പ് ലോസ് പോയാൽ നമ്മൾ അതിൻ്റെ അനുസരിച്ച് പിന്നെ അതിനകത്ത് വീണ്ടും അടുത്ത ചാൻസ് കിട്ടുമ്പോൾ മാത്രം എൻട്രി ചെയ്യുക, അല്ലെങ്കിൽ വിട്ടേക്കുക. ഇനി നമുക്ക് അടുത്ത തിങ്കളാഴ്ചത്തേന് അധികം ഷെയർ ഇല്ല. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഹെവി ആയിട്ട് ഡൗൺ ആയിരുന്നു. 300 പോയിന്റ് നിഫ്റ്റി ഏകദേശം ഡൗൺ ആയിരുന്നു. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് ഷെയർ മാത്രമാണ് ചാൻസ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഫസ്റ്റിലെ VST ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഈ ഷെയർ 89 മൈനസ് കാണിക്കുന്നെങ്കിൽ അത് സ്പ്ലിറ്റ് ആണ് ആ ഷെയർ. അത് ആക്ച്വലി 20% അപ്പാണ് ഈ ഷെയർ. അപ്പോൾ അടുത്ത ദിവസം ഇത് എനിക്ക് തോന്നുന്നു ഈ 501 മുകളിൽ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് താഴോട്ട് തരാൻ സാധ്യതയുണ്ട്. നല്ലൊരു ചാൻസ് എന്ന് പറയുമ്പോൾ 50 രൂപ 60 രൂപ അങ്ങനല്ല, ഒരു 10 20 രൂപയൊക്കെ നല്ല രീതിയിൽ താഴോട്ട് നമുക്ക് ചാൻസ് അതിൽ കൂടുതലും കിട്ടാം. ഗോഡ്ഫ്രേ ഫിലിപ്പ് ബോണസ് ഇത് ചെയ്തു, അന്ന് ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ ഒരു ഇത് വെച്ചിട്ടുള്ള കയറ്റമാണ് ഈ ഷെയർ. നാളെയും ചിലപ്പോൾ ഒരു ഹൈ അടിച്ചിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു ചാൻസ് 7320 മുകളിൽ പോയിട്ട് ഇറങ്ങിയാൽ നമുക്ക് താഴെ ഒരു ചാൻസ് താഴെ ഇറങ്ങുമ്പോൾ നല്ലൊരു ചാൻസ് എടുക്കാം. പക്ഷെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഏത് ഷെയർ എടുത്താലും സ്റ്റോപ്പ് ലോസ് അന്നേരം വന്നുള്ള ഹൈയുടെ മുകളിൽ ഇടുക. അന്നേരം വന്ന ഹൈ എന്ന് പറയുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുന്നിടത്തുനിന്ന് ഒത്തിരി ഹൈയിലാണെങ്കിൽ അതിൻ്റെ അനുസരിച്ച് ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് ക്വാണ്ടിറ്റി കുറയ്ക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ വെക്ടർ ഫുഡ് എന്ന് പറയുന്ന ഷെയർ നല്ലൊരു മൂവ്മെന്റ് തന്നിട്ടുള്ളത്. ഇതിൻ്റെ ആവറേജ് കണ്ടില്ലേ 1751. ഓപ്പണിങ്ങിൽ ഈ ഷെയർ ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ ഈ ആവറേജിന് താഴെ പോയിട്ട് തിരിച്ച് ഈ ആവറേജിന് മുകളിലോട്ട് കയറിയാൽ ഈ ഷെയർ ബൈ ചെയ്യാൻ പറ്റും. അതല്ല ഓപ്പണിങ്ങിൽ ഈ ഷെയർ മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഈ ഹൈയുടെ മുകളിൽ നിന്നോ അതല്ല ഈ R1 നിന്ന് കിട്ടുവാണെങ്കിൽ ഓപ്പണിങ്ങിൽ ഒരു പെട്ടെന്നൊരു മൂവ്മെന്റ് 5 മിനിറ്റ് കൊണ്ട് 1900 അടിച്ചിട്ട് ഈ റേഞ്ച് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് താഴോട്ട് കിട്ടും. പ്രീമിയർ എനർജി റീസെന്റ് ആയിട്ട് ലിസ്റ്റായ ഷെയറാണ്. അപ്പോൾ അതിനകത്ത് ഓർഡർ കിട്ടിയതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ന്യൂസിന്റെ ബേസിൽ കഴിഞ്ഞ ദിവസം ഹെവി ആയിട്ട് കയറി. പക്ഷെ എനിക്കും കുറച്ച് ക്ലൈൻറ്റൊക്കെ നല്ല രീതിയിൽ പ്രോഫിറ്റ്. പക്ഷെ നോർമൽ ട്രേഡേഴ്സിന് ഇതിനകത്ത് പെട്ടുപോകുക എന്ന് പറഞ്ഞാൽ ഹെവി മൂവ്മെന്റ് ആണ് ഈ ഷെയർ. അത് നാളത്തെ ദിവസം ഈ ഷെയർ ഈ R1 പ്രീവിയസ് ഡേ ഹൈയും R1 മുകളിൽ വന്നതിന് ശേഷം ഈ രണ്ട് ലെവലും കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ ചിലപ്പോൾ 100 രൂപയുടെയൊക്കെ 50 100 രൂപയുടെയൊക്കെ മൂവ്മെന്റ് താഴോട്ട് കാണിക്കും. നോക്കി ചെയ്യുക. സാഗ് സോഫ്റ്റ് R1 റേഞ്ച് കുഴപ്പമില്ല, എൻട്രി എടുത്താൽ ഒരു 4-5 രൂപ പ്രോഫിറ്റ് അങ്ങനെ ബുക്ക് ചെയ്ത് മാറുക. R2 ഓപ്പണിങ് പെട്ടെന്നൊരു മൂവ്മെന്റ്, ഒറ്റയടിക്ക് മൂവ്മെന്റ് ഈ 342 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ല ചാൻസ് ആണ് താഴോട്ട് വരാൻ. AGS ട്രേഡിംഗ് എന്ന് പറയുന്ന ഷെയറും വാച്ച് ചെയ്യുക. ഈ R1 R2 റേഞ്ചിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നല്ല നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് മൂവ്മെന്റ് ഒരു 5-6 രൂപയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റും ഈ ഷെയറിനകത്ത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. SGIL എന്ന് പറയുന്ന ഷെയറിന് ആവറേജ് 433 ആണ്. ഇതിപ്പം ഡൗൺ ഓപ്പണിങ് വരുവാണെങ്കിൽ ഈ ഷെയറിനകത്ത് ശ്രദ്ധിക്കേണ്ടത് 33. ഇതിന്റെ CPR ലെവൽ നോക്കുകയാണെങ്കിൽ നാരോ CPR ആണ്, നോക്കിയാൽ അറിയാം. അപ്പം ഡൗൺ ഓപ്പണിങ് വന്ന് ഈ 3 CPRന്റെ മുകളിൽ കയറി ട്രേഡിങ് ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നിന്ന് ചിലപ്പം നല്ലൊരു മൂവ്മെന്റ് ഈ ഷെയർ മുകളിലോട്ട് കാണിക്കും. ഈ ഷെയർ SGIL എന്ന് പറയുന്നത്, അതായത് ഈ R2 റേഞ്ച് വരെയും കാണിക്കാൻ ചാൻസ് കൂടുതലാണ്. പക്ഷെ ഡൗൺ ഓപ്പണിങ് വന്നിട്ടായിരിക്കണം കയറുന്നത്. ബ്ലൂ ജെറ്റ് എന്ന് പറയുന്ന ഷെയർ ഇതിനകത്ത് ഓപ്പണിങ് ചിലപ്പോൾ ഹെവി മൂവ്മെന്റ് ആയിരിക്കും, നമ്മൾ സൂക്ഷിച്ച് വേണം ട്രേഡ് എടുക്കാൻ. 550 റേഞ്ചിലൊക്കെ പോയിട്ട് 550 കട്ടുകയാണെങ്കിൽ ഒരു ചാൻസ് നമുക്ക് എടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേങ്കിൽ
ഓപ്പണിങ്ങിൽ 5-24 കട്ടായ ഉടനെ പോയി എടുക്കരുത്. എടുക്കുവാണെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ചേ എടുക്കാവൂ. ഡ്രീം ഫോക്സ് വന്നിട്ട് ഈ പ്രീവിയസ് ഡേ ഹൈയും R1-ന്റെ മുകളിൽ പോയിട്ട് 2 ലെവലും താഴോട്ടിറങ്ങുകയാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ സുമിക്കം R1-ന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് താഴോട്ട് കിട്ടാൻ സാധ്യത കൂടുതലാണ്. 516 സുമിക്കം R1-ഉം ഹൈയും തമ്മിൽ 2-3 രൂപ. ഈ 2 ലെവലും താഴോട്ട് ഇറങ്ങിയാൽ പിന്നെ വൺ സൈഡ് മൂവ്മെന്റ് താഴോട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. നെസ്കോ വന്നിട്ട് അതും സെയിം അതുപോലെ തന്നെ R1-ഉം ഇത് R1-ഉം ഹൈയും തമ്മിൽ ഏകദേശം അടുത്തെത്തി. ഈ 2 ലെവലിന് മുകളിൽ ഓപ്പണിംഗ് പോയിട്ട് ഈ 2 ലെവലിൽ താഴോട്ട് ഇറങ്ങിയാൽ പെട്ടെന്ന് അടിച്ചിറങ്ങുന്ന പോലെ ഇറങ്ങിയാൽ നമ്മൾ സൂക്ഷിക്കണം. പതുക്കെ ഇറങ്ങി വരണം. ഈ 2 ലെവലും കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങണം. അപ്പം നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. നല്ല രീതിയിൽ ചിലപ്പോൾ ഇറങ്ങിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. UTI AMCയും അതുപോലെ R1-ഉം പ്രീവിയസ് ഡേ ഹൈയും ഏകദേശം ഒരേ സ്ഥലത്താണ്. അപ്പോൾ ഈ 2 ലെവലിൽ മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് ആണ്. ലക്ഷ്മി കെമിക്കലും എല്ലാ ഷെയറും ഏകദേശം അതേ സെയിം മൂവ്മെന്റ് കാണിക്കാൻ ചാൻസ് കൂടുതലാണ്. അതായത് ഈ R1-ഉം പിന്നെ പ്രീവിയസ് ഡേ ഹൈ ഏകദേശം അടുത്താണെങ്കിൽ ഈ 2 ലെവലിന്റെ മുകളിൽ പോയിട്ട് തിരിച്ച് ഈ 2 ലെവലും താഴോട്ട് ഇറങ്ങിയ വൺ സൈഡ് മൂവ്മെന്റ് നല്ല രീതിയിൽ കാണിക്കാറുണ്ട് കൂടുതൽ ഷെയറുകൾ. അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് ഉണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കുക, വലിയ സ്റ്റോപ്പ് ലോസ് ഉണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കുറയ്ക്കുക. ഓക്കെ, അപ്പം എല്ലാവരും നല്ല രീതിയിൽ ട്രേഡ് കറക്റ്റ് ടൈമിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. മൺഡേയിലെ എറണാകുളത്തെ മീറ്റപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഈ ഷെയറുകളൊക്കെ വെച്ചിട്ടായിരിക്കും കൂടുതലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവിടെ നല്ല രീതിയിൽ നമുക്ക് പെർഫോമൻസ് ഒക്കെ ചെയ്യാൻ പറ്റണം. ഞാൻ എന്തായാലും അന്ന് അധികം ട്രേഡിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യത്തില്ല, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. ട്രേഡ് എടുക്കുകയാണെങ്കിൽ തന്നെ ക്വാണ്ടിറ്റി കുറച്ചേ ചെയ്യത്തുള്ളൂ. ക്വാണ്ടിറ്റി കൂടുതൽ ചെയ്താലുള്ള കുഴപ്പമെന്ന് പറയാം, പിന്നെ അതിനകത്തോട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടി വരും. ആൾക്കാർക്ക് വരുന്നവർക്കൊന്നും പറഞ്ഞു കൊടുക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സമയം കിട്ടത്തില്ല. അപ്പോൾ ഈ മീറ്റപ്പിന് വരുന്നവർക്ക് ഒരു ബെനിഫിറ്റ് ആകുമെന്ന് ഞാൻ വിചാരിക്കുന്ന ക്ലാസ്സൊക്കെ. എന്തായാലും എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ മൺഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.